അസ്സലാമലൈക്കും. ഇന്ന് പൊട്ടറ്റോ കൊണ്ടൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ശേഷം 20 അല്ലി വെളുത്തുള്ളി, അതേപോലെ 4 ഉണക്കമുളക്, ഒരു മീഡിയം സൈസിലുള്ള സവാള, എന്നിട്ട് 3 സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വഴറ്റി കൊടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ വെളുത്തുള്ളി വഴറ്റിയെടുക്കുക, അതിന് ശേഷം ഉണക്കമുളക്, അതിന് ശേഷം സവാള, എന്നിട്ട് കുറച്ച് വേപ്പില വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ പാനിലോട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് കട്ട് ചെയ്തത്, അതേപോലെ തന്നെ 2 തക്കാളി കട്ട് ചെയ്തത് അത് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം നന്നായി കുക്കായ ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂണ് നല്ല മുളക് പൊടി ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ വഴറ്റുക. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചമ്മന്തി ഉണ്ടാക്കി നോക്കിട്ടാ, സൂപ്പറാണ് കേട്ടോ. നമ്മൾ നീർദോശയിലേക്കും പൂരിയിലേക്കൊക്കെ പിന്നെ കറിയുടെ ആവശ്യമില്ല, അടിപൊളിയാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് പറയണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളിത് ചെയ്തിട്ട് കമൻറ്റ് പറയിട്ട. അതിന് ശേഷം നമ്മൾ നന്നായി കുക്കാവണത് തിരിച്ചും മറിച്ചിട്ടിട്ട് തക്കാളിയുടെ തൊലിയൊക്കെ കുക്കായി വരുന്നത് വരെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. ഞാൻ മുളക് പൊടി ആദ്യം വഴറ്റിയെടുത്തതിന് ശേഷമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കാത്തത് കേട്ടോ. നിങ്ങൾ ഇതിൽ നിർബന്ധമായിട്ടും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റണം. അതിന് ശേഷം നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് അതെടുത്ത് വെച്ച് വെളുത്തുള്ളി, ഉണക്കമുളക്, അതേപോലെ തന്നെ സവാള, വേപ്പില, എന്നിട്ട് പൊട്ടറ്റോ, തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി മാഷ് ചെയ്യണം കേട്ടോ. നന്നായി കുഴച്ച് കൊടുത്തതിന് ശേഷം, അതിനാണ് നമ്മളിത് നന്നായി കുക്ക് ചെയ്യണത്. എന്നിട്ട് അതിന് ശേഷം ഒരു സവാള, അര സവാള കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ മല്ലിച്ചപ്പ് വീട്ടിലുണ്ടായതാണ് കേട്ടോ. നമ്മൾ ചെടി പോലത്തെ ഒരു മല്ലിച്ചപ്പ് ഉണ്ട്, നല്ല മണമാണ്. നെയ്ച്ചോറിൽക്കും ബിരിയാണിയിൽക്കൊക്കെ അത് സൂപ്പറാണ്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നീർദോശയിലേക്കാണ് കേട്ടോ ഈ ചമ്മന്തി അടിപൊളി. നിങ്ങൾ ചെയ്തിട്ടൊന്ന് കമൻറ്റ് പറയുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.